നമ്മുടെ ആദില നൂറ അനുമോളും കൂടെ സംസാരിക്കുന്ന സമയത്ത് അനുമോളുടെ അടുത്ത് ആദില നൂറ ചോദിച്ചിരുന്നു, നീ ഒരു വാക്ക് പറഞ്ഞില്ലേ, എന്ത് കണ്ടിട്ടാണ് നീ ഞങ്ങളുടെ കൂടെ നിന്നതെന്ന് നീ ചോദിച്ചില്ലേ? അപ്പോൾ അനുമോൾ പറഞ്ഞു, ആ ചോദിച്ചു, നിങ്ങൾ ഫേക്ക് ഫ്രണ്ട്ഷിപ്പ് കാണിച്ച് നിന്നാണെന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് ഷാനവാസിക്ക പറഞ്ഞത്, നിന്റെ ഫെയിം കണ്ടിട്ടാണ് ഞങ്ങൾ നിന്റെ കൂടെ നിന്നതെന്നാണ് നീ ഉദ്ദേശിച്ചത് എന്നാണ് എല്ലാവരും പറഞ്ഞത്. ഷാനവാസിക്ക അങ്ങനെ പറഞ്ഞു. ആക്ച്വലി ഷാനവാസിക്ക മാത്രമല്ല, അവിടെ നിന്ന് എല്ലാവരും പറഞ്ഞു. പ്ലസ് അതിലേക്ക് നൂറയ്ക്കും അങ്ങനെ തന്നെ തോന്നി. പക്ഷേ അത് പറഞ്ഞു വന്നപ്പോൾ അവർ ഷാനവാസിക്കയുടെ തലയിൽ ഇട്ട് കൊടുത്തു. എന്തായാലും അനുമോൾക്ക് അതിൻ്റെ ദേഷ്യം ഷാനവാസിക്കയോടുണ്ട്. അതായത് കുത്തിത്തിരിപ്പുണ്ടാക്കി ആദിലയുടെ നൂറയുടെ മനസ്സിൽ അനുമോളെക്കുറിച്ച് വേണ്ടാത്തൊരു വിചാരം ഉണ്ടാക്കി വെച്ചത് ഷാനവാസിക്കയാണ് എന്നുള്ള രീതിയിൽ അനുമോൾ ചിന്തിച്ച് വെച്ചിരിക്കുകയാണ്. അപ്പം ഇതിനകത്ത് ആദിലയുടെ നൂറയുടെ ഭാഗത്ത് നല്ല മിസ്റ്റേക്ക് ഉണ്ട്, അത് അനുമോള് ചിന്തിക്കുന്നില്ല. ഷാനവാസിക്ക വന്നിട്ട് എന്തായാലും അക്ബറിനോടുള്ളൊരു ദേഷ്യം കൊണ്ട്, അക്ബറിനോട് ആദില നൂറ കൂടുതൽ അടുക്കുന്ന ആ ഒരു ഇറിറ്റേഷൻ കൊണ്ട് അനുമോളോടുള്ള പാച്ചപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാനവാസിക്ക കുറച്ച് ദിവസമായിട്ട് ആദിലയുടെ നൂറിൻ്റെ അടുത്ത് ട്രൈ ചെയ്യുന്നുണ്ട്. അതായത് അക്ബറിൻ്റെ അടുത്ത് സംസാരിക്കുന്നത് ഷാനവാസിക്കയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോൾ അനുമോളോട് പാച്ചപ്പായാലേ അത് അവർ നിർത്തത്തുള്ളൂ. അപ്പോൾ ഇവർ പാച്ചപ്പായ സമയത്ത് ഇവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഷാനവാസിക്കയുടെ പേരും. അപ്പോൾ അനുമോൾക്ക് അതിൻ്റെ ദേഷ്യമുണ്ട്. അനുമോൾ അത് ചോദിക്കുകയാണ്, അവരുടെ അടുത്ത് പലരും പലതും പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കി കൂട്ടത്തിൽ നിന്നവരെ എന്നുള്ള രീതിയിൽ. അപ്പോൾ ഷാനവാസിക്ക പറഞ്ഞു, നിൻ്റെ വാക്കുകൾ സൂക്ഷിച്ച് പറയണം. നീ എന്താണ് അവരെ പറഞ്ഞത്? നിൻ്റെ ഫെയിം കണ്ടുകൊണ്ടാണ് നീ അവരുടെ കൂടെ നിന്നതെന്നല്ലേ, അവർ നിൻ്റെ കൂടെ നിന്നതെന്നല്ലേ നീ പറഞ്ഞത്? അപ്പോൾ അനുമോൾ പറയണത്, ഷാനവാസിക്ക ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. അപ്പോൾ ഷാനവാസിക്ക പറയാണ്, ഇനി നീ സംസാരിക്കുമ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം. അപ്പോൾ അനുമോൾ പറഞ്ഞിട്ട്, ഞാൻ മാത്രമല്ല അവരും സൂക്ഷിച്ച് സംസാരിക്കണം, അവരും ആവശ്യമില്ലാത്ത പല കാര്യങ്ങളും എന്നെയും പറഞ്ഞിരുന്നു എന്ന് അനുമോൾ പറയുന്നുണ്ട്. പക്ഷേ അനുമോളുടെ വിചാരം ഈ ഫെയിമിൻ്റെ കാര്യമൊക്കെ ഷാനവാസിക്ക പറഞ്ഞ് കുത്തിത്തിരിപ്പുണ്ടാക്കിയെന്നാണ്. അതുകൊണ്ട് തന്നെ അനുമോൾക്ക് ഷാനവാസിക്കയോട് മിണ്ടാൻ വലിയ താല്പര്യം കാണിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇത് ഷാനവാസിക്ക പറഞ്ഞു, പക്ഷേ ബാക്കി ഉണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞു. അതേപോലെ ആദില നൂറയും ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അവസാനം അനുമോളോട് മിണ്ടാൻ വന്ന ടൈമിൽ ആദില നൂറ നൈസായിട്ട് അത് ഷാനവാസിൻ്റെ തലയിൽ കെട്ടിവെച്ചതാണ്. ആക്ച്വലി അവരെല്ലാവരും അങ്ങനെ തന്നെയാണ് വിചാരിച്ചിരുന്നത്. അനുമോൾ പറഞ്ഞതും ഏകദേശം ആ ഒരു രീതി തന്നെയായിരുന്നു. എന്തായാലും അനുമോൾക്ക് ഷാനവാസിക്കയോടുള്ള ആ ഒരു സ്നേഹം കംപ്ലീറ്റ്ലി പോയ മട്ടിലാണ് അനുമോൾ സംസാരിക്കുന്നത്.